കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ പീരുമേടിന് സമീപം 55-ാം മൈലിൽ കെ.എസ്.ആർ.ടി.സി ബസ്സും കോളേജ് ബസ്സും കൂട്ടിയിടിച്ച് അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയോടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാറിനും പീരുമേടിനുമിടയിൽ 55-ാം മൈലിലാണ് അപകടമുണ്ടായത്. കോട്ടയത്ത് നിന്ന് കുമളിയിലേക്ക് പോകുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും കുമളി ഭാഗത്തു നിന്നും പെരുവന്താനത്തേക്ക് പോവുകയായിരുന്ന പെരുവന്താനം സെയിൻറ് ആൻ്റണീസ് കോളേജിലെ കോളേജ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അപകട സമയത്ത് ഇതുവഴി വന്ന മറ്റു വാഹനയാത്രക്കാരും പ്രദേശവാസികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തെ തുടർന്ന് ഇരു വാഹനങ്ങളുടെയും മുൻഭാഗങ്ങൾ തകർന്ന അവസ്ഥയിലാണ്. സ്കൂളായിരുന്നു തൊട്ടടുത്ത്. കുട്ടിയെ കൊണ്ട് വിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ടു, ബസ് ഇടിക്കുന്ന സൗണ്ട്. ഞാൻ ഉടനെ ബൈക്കെടുത്ത് സ്കൂൾ ബസ്സിലെ ഡ്രൈവറും വേറൊരു പയ്യനുമായിട്ട് അടിച്ചുവിട്ട് വന്നിട്ടാണ് ഞാനാണ് ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ടത്. ഇവിടെ എല്ലാം ഒരു 10-15 പേർക്ക് പരിക്കുണ്ട്. ഈ 15 പേരും ഞാനും വന്ന് കുറേ ഓഫീസർ കുറേയും വന്ന് ഇവിടുത്തെ കുറേ ജനങ്ങളുമൊക്കെ എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കുകളുള്ളതായി പ്രാഥമികമായി പറയാൻ പറ്റുമോ? കൈ ഇറങ്ങിപ്പോയിട്ടുണ്ട് അവിടെ കസാറ്റ് ഡ്രൈവർക്ക്. പിന്നെ സ്കൂൾ വാൻ ഓടിച്ച പുള്ളിക്ക് ചെറിയ പരിക്കുണ്ട്. പിന്നെ കുറേ കുട്ടികൾക്ക് നെറ്റിയിലും അവിടെ ശരിക്കും പരിക്കൊക്കെ ഉണ്ട്. 10-20 പേർ കാണുമെന്ന് തോന്നുന്നു. അപകട സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന വാഹനയാത്രികർ വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് നേരിട്ട ദേശീയപാതയിൽ ഇരു വാഹനങ്ങളും നീക്കം ചെയ്യുന്നതിനായി രക്ഷാപ്രവർത്തകരും പോലീസ് സേനയും ഏറെ പണിപ്പെട്ടു. ഇന്ന് രാവിലെ 8:20 അപകടം ഉണ്ടായത്. ഈ പ്രദേശത്ത് നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണ് എന്നും ഈ പ്രദേശത്തെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ഈ കഴിഞ്ഞ ഇടയ്ക്കും പീരുമേട് ഗ്യാസ് ഏജൻസിയുടെ ഗ്യാസ് വാഹനം ഇതേ വളവിൽ തന്നെയാണ് മറിഞ്ഞത്. ഇതിനു മുമ്പും സമാനമായ പല അപകടങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. സ്ഥിരമായിട്ട് ഇവിടെ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഒരു ഗ്യാസ് വണ്ടി മറിഞ്ഞതാണ്. NH-ൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ആ സൈഡ് കയറ്റി ചെയ്തു തന്നിട്ടില്ല. അപ്പം വിളിച്ചിട്ടും അവർ ഉത്തരവാദിത്തരഹിതമായിട്ടാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഈ രാവിലെ ഉണ്ടായ അപകടത്തിൽ എങ്ങനെ പരിക്കുകൾ ഉണ്ട്? കുറേ വിദ്യാർത്ഥികൾക്ക് ഒരുവിധം പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. പരിക്കേറ്റ 16 പേരെയാണ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല. നിസ്സാര പരിക്കുകളോടെയാണ് എല്ലാവരും രക്ഷപ്പെട്ടത്. ഒരാളെ മാത്രമാണ് കാഞ്ഞിരപ്പള്ളി കുന്നാൽ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി അയച്ചിട്ടുള്ളത്. മറ്റ് 15 പേരും ഇപ്പോൾ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് അടിയന്തര സഹായവുമായി ഗ്രാമപഞ്ചായത്ത് അംഗം R. ദിനേശൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.